നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് അർജന്റീന കുതിച്ചെത്തിയിരിക്കുകയാണല്ലോ. ക്വാർട്ടർ ഫൈനൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി. എക്സ്ട്രാ ടൈമിലാണ് അർജന്റീനയുടെ വിജയം. പക്ഷേ കളി കഴിഞ്ഞിട്ട് അർജന്റീൻ കോച്ച് ലയണൽ സ്കലോനി പറയുന്നു, ഭാഗ്യമെന്ന് ഞങ്ങളോടൊപ്പമായിരുന്നു. യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന്. അദ്ദേഹം ആ റെഡ് കാർഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. റെഡ് കാർഡ് തങ്ങൾക്ക് അനുകൂലമായിട്ട് കളി മാറ്റി, അവിടെ മുതലാണ് ടീം അറ്റാക്ക് ചെയ്തത് എന്നുകൂടി കോച്ച് വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. സ്കലോനിയുടെ വാക്കുകളിലേക്ക് പോകാം. ദി ലെഗ് വാസ് ഓൺ അവർ സൈഡ് ടു നൈറ്റ്. ഇന്ന് ഭാഗ്യം ഞങ്ങളോടൊപ്പമായിരുന്നു. കാരണം അവർക്ക് ആ റെഡ് കാർഡ് കിട്ടി, അവിടെ മുതൽ ഞങ്ങൾ അറ്റാക്ക് ആരംഭിക്കുകയും ചെയ്തു. സോ ഞങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പം ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യമാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് റിയലിസ്റ്റിക് ആവും. വി ഹാവ് ടു ബി റിയലിസ്റ്റിക്. യാഥാർത്ഥ്യം നമുക്ക് കാണണം, യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ വിജയിക്കുക എന്നുള്ളത് എപ്പോഴും നമുക്ക് കാര്യങ്ങളെല്ലാം ബെറ്ററാക്കി മാറ്റും. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിനേക്കാൾ ഒരു ബെറ്റർ പെർഫോമൻസ് നടത്താമായിരുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും വീണ്ടും സെമി ഫൈനലിലേക്ക് എത്തുക എന്നുള്ളത് ഹിസ്റ്റോറിക്കായിട്ടുള്ള കാര്യമാണ് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഈ ഒരു വിജയത്തിൽ അദ്ദേഹം അങ്ങ് മതിമറക്കുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അർജന്റീനയ്ക്ക് എന്ന് തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ അതിനുള്ളതാണ്. ഇപ്പോൾ ഇനി റിക്കവറിക്കും മറ്റുമൊക്കെയാണ്. നൗ വി നീഡ് ടു റിക്കവർ അവർ ഫിറ്റ്നസ് ബിക്കോസ് ദാറ്റ്സ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് റൈറ്റ് നൗ എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ റെഡി ആവേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.